പിന്നീട് ഇവൾ യൂണിവേഴ്സിറ്റിയിലെ അവസാനത്തെ പരീക്ഷ എഴുതാനായി വരുമ്പോൾ അവളുടെ അഡ്മിഷൻ ടിക്കറ്റ് ഇതിനകം തന്നെ ആരോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ടീച്ചർ പറയുന്നു. അപ്പോഴാണ് അവളും തിരിച്ചറിയുന്നത് ആരോ അവളുടെ ഐഡന്റിറ്റി വ്യാജമായി ഉപയോഗിച്ചെന്നുള്ളത്. ഉടൻ തന്നെ അവൾ അധ്യാപകരോട് വിവരം അറിയിച്ചു. ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രവേശനം നേടാൻ അവൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തിരുന്നു. അതിനാൽ ടീച്ചർ അവളുടെ അഡ്മിഷൻ ടിക്കറ്റ് ഉപയോഗിച്ച് ആളെ വിളിച്ചു. അവർ രണ്ടുപേരുടെയും അവരുടെ ഐഡന്റിറ്റി തെളിയിക്കാനായി പറഞ്ഞു. എന്നിരുന്നാലും ആ വിദ്യാർത്ഥി പറഞ്ഞത് അവളുടെ ഐഡിയ ആണെന്നും തൻ്റെ നഷ്ടമായി, അതുകൊണ്ടാണ് അവളുടെ യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ ടീച്ചറെ തന്നെ ഞെട്ടിച്ചുപോയി. സത്യത്തിൽ അവളുടെ മുൻ ജീവിതത്തിൽ അവളുടെ മാതാപിതാക്കളെ അബദ്ധവശാൽ കാണാതെ അവൾ നല്ലോണം പഠിക്കുമായിരുന്നു. ഒരു മികച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനായി അവൾ ആഗ്രഹിച്ചു. പക്ഷെ അവൾ അവസാന പരീക്ഷ എഴുതാനായി പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് അവൾക്ക് അവളുടെ രക്ഷിതാവിൽ നിന്നൊരു കോൾ ലഭിച്ചു. അവളുടെ മാതാപിതാക്കളെ കണ്ടെത്തിയെന്ന് രക്ഷിതാവ് പറഞ്ഞു വേഗം അവരുടെ അടുത്തേക്ക് പോകാനായി. അല്ലാത്ത പക്ഷം അവൾക്ക് ഒരിക്കലും അവരെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുമൂലം അവൾ ആ പരീക്ഷ എഴുതാതെ പോയി. എന്നാൽ അന്ന് അവൾക്ക് അവളുടെ പാരൻസിനെ കാണാൻ കഴിഞ്ഞില്ല. അവൾ തൻ്റെ അന്വേഷണം തുടരാൻ തന്നെ തുടങ്ങി. പക്ഷേ 10 വർഷമായി നോക്കിയിട്ട് കണ്ടെത്താനേ കഴിഞ്ഞില്ല. പെട്ടെന്ന് ആകസ്മികമായി അവളുടെ മാതാപിതാക്കളെ കണ്ടെത്തി. പാരൻസിന് ഉടനെ അവളെ തിരിച്ചറിയാമെന്ന് കരുതി. എന്നാൽ അവർ അവളെ കണ്ടേപ്പാടെ വെറുപ്പോടെയാണ് തള്ളി മാറ്റിയത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി വന്നവളായിരുന്നു അവളുടെ മകൾ. അവർ അവരോട് അപരിചിതനെ പോലെ പെരുമാറിയതിനാൽ അവൾ വിഷാദ രോഗത്തിലേക്ക് വീഴുകയും ഒടുവിൽ മരിക്കുകയും ചെയ്തു. അടുത്തൊരു സെക്കൻഡിൽ അവൾ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ അതേ ദിവസം പുനർജനിച്ചതായി. അവളുടെ മുൻജന്മത്തിൽ നടന്ന ദുരന്തം ഇനി ആവർത്തിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചില്ല. പക്ഷേ അവൾക്ക് ഫൈനൽ പരീക്ഷ എഴുതാൻ പോയപ്പോൾ അവളുടെ മുൻ ജന്മത്തിലെ പോലെ ഗാർഡിൽ നിന്ന് ഒരു കോള് ലഭിച്ചു. അവളും പാരൻസിനെ കണ്ടെത്താൻ പോകാനായി സമ്മതിച്ച നടിച്ചു. എന്നാൽ അടുത്ത ദിവസം സ്കൂളിലെത്തുമ്പോഴാണ് അവളുടെ ഐഡന്റിറ്റി ആരും യൂസ് ചെയ്തതായി അറിയുന്നത്. ഇതെല്ലാം ഒരു ഗൂഢാലോചന ആണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ ഉടനെ പോലീസിനെ വിളിക്കാനായി പറഞ്ഞു. അപ്പോൾ സ്കൂളിന് മുന്നിൽ വർഷങ്ങളായി കാണാതിരുന്ന അവളുടെ പാരൻസിനെ കണ്ടുമുട്ടുകയാണ്.